അത്രയും ഗംഭീരമായ ഒരു നിർമ്മിതിയാണ് ഈ അക്ഷർധാം. താജ്മഹൽ ഇനി കണ്ടില്ലെങ്കിൽ പോലും ഈ അക്ഷർധാം ക്ഷേത്രം കാണാൻ നിങ്ങൾ മറക്കരുതെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. ഒരു ക്ഷേത്രം എന്ന നിലയിലല്ല ഞാൻ നിങ്ങളോട് ഇത് കാണാൻ പറയുന്നത്. ഇതൊരു സംഭവമാണ്, അതുപോലത്തെ ഒരു നിർമ്മിതിയാണിത്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക ഫീസൊന്നുമില്ല. അത് കൂടാതെ അവിടെ ഒരു വാട്ടർ ഷോയും പിന്നെ ഇവരുടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒക്കെ ചാർജ് കൊടുക്കണം. അപ്പോൾ അതിനെല്ലാം കൂടെ കൂടിയിട്ട് 350 രൂപയാണ് ഈടാക്കുന്നത് ഒരാൾക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് ഇപ്പോൾ ഈ ഒരു 6:30 കഴിയുമ്പോഴത്തേനും ഈ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സും ഈ പ്രധാന ക്ഷേത്രവും എല്ലാം ലൈറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ അതിനേക്കാൾ ഗംഭീരമായ ഒരു കാഴ്ചയാണ്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു സ്വർഗലോകത്തെത്തിയ പ്രതീതിയാണ് നമുക്കുണ്ടാവുക. ഗംഭീരമായ ഒരു സംഭവം തന്നെയാണ് അക്ഷർധാം ക്ഷേത്രം. തീർച്ചയായും ഡൽഹിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വൈകിട്ട് 6:30 വരെ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഒന്നാമത്തെ കാര്യം. വൈകിട്ട് ഒരു 5 മണിക്ക് എത്തുവാണെങ്കിൽ ഇവിടുത്തെ വൈകിട്ടത്തെ ലൈറ്റ് ഷോയും മറ്റും എല്ലാം കണ്ട് നമുക്കൊരു 7:30 ഇവിടുന്ന് പുറത്തിറങ്ങാം. അതായിരിക്കും നന്നാവുക. പിന്നെ അക്ഷർധാം ക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രത്യേക സംഘടനയുടെ സ്ഥാപകനായിരുന്ന സ്വാമി നാരായൺ എന്ന് പറയുന്ന ഒരാളുടെ പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായിട്ട് രാധാകൃഷ്ണ, രാമനും സീതയും ശിവനും പാർവതിയൊക്കെ ഉണ്ട്. പ്രധാന ഭാഗമായിട്ട് വെച്ചേക്കുന്ന ഈ സ്വാമി നാരായൺ എന്ന് പറഞ്ഞ ആളുടെ ഒരു പ്രതിമയാണ്. നേരത്തെ കാണിച്ച അത്രയൊക്കെ കാണിക്കാനുള്ളൂ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നു പോയിട്ട് വേണം പിന്നെ നമുക്ക് ഈ ക്ഷേത്രവും ആ ക്ഷേത്ര കോംപ്ലക്സും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്ര കോംപ്ലക്സും ഈ മെയിൻ ക്ഷേത്രവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. പ്രധാനമായിട്ട് കാര്യങ്ങളൊന്നും കാണിച്ചില്ല അക്ഷർധാം ക്ഷേത്രത്തെക്കുറിച്ച്. എങ്കിലും നിങ്ങൾക്ക് ഞാൻ തന്ന ഇൻഫർമേഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം.